അരങ്ങേറ്റ സിനിമ തന്നെ വലിയ വിജയമായെങ്കിലും മലയാളത്തിൽ ചുവടുറപ്പിക്കാതെ തെലുങ്കിൽ സജീവമായിരിക്കുകയാണ് നടി അനുപമ പരമേശ്വരൻ. എന്നാൽ നടിയുടെ വിശേഷങ്ങൾ ഏറ്റവും കൂടുതൽ വൈറലായി മാറുന്നതും കേരളത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അനുപമ നായികയാവുന്ന പുതിയ തെലുങ്ക് ചിത്രത്തിൽ നിന്നും ട്രെയിലർ പുറത്തുവിട്ടിരുന്നു. ചിത്രത്തിൽ നടി ലിപ് ലോക്ക് അടക്കമുള്ള രംഗങ്ങളിൽ അഭിനയിച്ചത് കണ്ടതോടെ വ്യാപകമായ വിമർശനങ്ങളും ഉയർന്നു വന്നു. ഇപ്പോഴിതാ അനുപമ ഈ സിനിമയ്ക്ക് വേണ്ടി വലിയൊരു തുക പ്രതിഫലമായി വാങ്ങിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇങ്ങനെ അഭിനയിക്കുന്നത് കൊണ്ടാണോ നടി പ്രതിഫലം വർദ്ധിപ്പിച്ചത് എന്ന ചോദ്യവും ഇതിന് പിന്നാലെ ഉയർന്നു വന്നിരിക്കുകയാണ്. ടില്ലു സ്ക്വയർ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രമാണ് അനുപമ പരമേശ്വരൻ നായികയായി റിലീസിനൊരുങ്ങുന്ന ചിത്രം. സിദ്ധുവാണ് ചിത്രത്തിലെ നായകനായി എത്തുന്നത്. സിനിമയിൽ അനുപമ അതീവ ഗ്ലാമറസ് ആയി അഭിനയിക്കുന്നുണ്ട് എന്ന് പുറത്തുവന്ന ട്രെയിലറിൽ നിന്നും വ്യക്തമായിരുന്നു. ഇതോടെ ട്രെയിലറിന് താഴെ വന്ന കമന്റുകൾ മുഴുവൻ നടിയെ വിമർശിച്ചു കൊണ്ടുള്ളതായിരുന്നു. ഇപ്പോഴിതാ ഈ സിനിമയ്ക്ക് വേണ്ടി അനുപമ വാങ്ങിക്കുന്ന പ്രതിഫലത്തിന്റെ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് OTT പ്ലേ. 10 വർഷം മുമ്പാണ് നടി അഭിനയത്തിലേക്ക് എത്തുന്നത്. അന്ന് പ്രേമത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ആയിരുന്നുവെങ്കിലും മുഴുനീള വേഷമായിരുന്നില്ല. ആ താരമൂല്യം അനുപമയെ വളരെ ഉയരങ്ങളിലേക്ക് എത്തിച്ചു. ഇന്നൊരു സിനിമയ്ക്ക് കോടികൾ വാങ്ങുന്ന നായികമാരിൽ ഒരാളായി നടി വളർന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. സാധാരണ തെലുങ്കിൽ അനുപമയ്ക്ക് 1 കോടി രൂപയാണ് പ്രതിഫലമായി ലഭിക്കാറുള്ളത്. എന്നാൽ ടില്ലു സ്ക്വയർ എന്ന ചിത്രത്തിന് 2 കോടി രൂപയാണ് നടിക്ക് ലഭിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ വന്നിട്ടില്ല. സിദ്ധുവിന്റെ DJ ടില്ലുവിന്റെ 2ാം ഭാഗമായിട്ടാണ് ടില്ലു സ്ക്വയർ എന്ന ചിത്രം വരുന്നത്. സിദ്ധു ജൊന്നാലഗഡ്ഡയാണ് നായകൻ. സായി പ്രകാശ് ഛായാഗ്രഹണം. ചിത്രം മാർച്ച് 29-നാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. എഡിറ്റിംഗ് നവീൻ നൂലി. സംഗീതം രാമാൻ അച്ചു. മാർച്ച് 29-ന് ചിത്രം റിലീസ് ചെയ്യുന്നു. അതേസമയം വിമൽ കൃഷ്ണയായിരുന്നു DJ ടില്ലു ചിത്രത്തിന്റെ സംവിധായകൻ. 2022 ഫെബ്രുവരിയിലായിരുന്നു DJ ടില്ലു റിലീസ് ചെയ്തത്. സിദ്ധു ജൊന്നാലഗഡ്ഡ തന്നെയാണ് ഈ ചിത്രത്തിലും നായകനായത്. എന്നാൽ നേഹ ഷെഡ്ഡിയായിരുന്നു നായിക. നായകനും നായികയും തമ്മിലുള്ള പ്രണയ നിമിഷങ്ങളിൽ അതീവ ഗ്ലാമറസ് ആയിട്ടും ഇന്റിമേറ്റ് രംഗങ്ങളിലും അനുപമ അഭിനയിക്കുന്നുണ്ട്. ഇതിനെ ചുറ്റിപ്പറ്റി വിമർശനം വരുന്നതിനിടയിലാണ് നടിയുടെ പ്രതിഫല തുകയെ സംബന്ധിച്ചും വിവരങ്ങൾ പുറത്തു വന്നത്. റൊമാന്റിക് ക്രൈം കോമഡി ചിത്രമായി ഒരുക്കുന്ന ടില്ലു സ്ക്വയറിന്റെ സംവിധാനം നിർവഹിക്കുന്നത് റാമാണ്. സിതാര എന്റർടൈൻമെന്റ്സും ഫോർച്യൂൺ 4 സിനിമാസും ചേർന്നാണ് നിർമ്മാണം. ജയം രവിക്കൊപ്പം സൈറൻ എന്ന ചിത്രത്തിലാണ് അനുപമ പരമേശ്വരൻ അവസാനം അഭിനയിച്ചത്. ചിത്രത്തിൽ ജയം രവിയുടെ ജോഡിയായിട്ടാണ് നടി അഭിനയിച്ചത്. ഇനി മലയാളത്തിലേക്കും തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് നടി. അടുത്തതായി അനുപമ അഭിനയിക്കുന്ന സിനിമ മലയാളത്തിലാണ് എന്നാണ് സൂചനകൾ. മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായ പ്രേമമായിരുന്നു അനുപമയുടെ അരങ്ങേറ്റ ചിത്രം. പിന്നീട് തെലുങ്കിൽ സജീവമായി മാറുകയായിരുന്നു താരം. ഇതോടെ നടി കൂടുതൽ ഗ്ലാമറസ് ആയിട്ട് അഭിനയിച്ചു തുടങ്ങി. ഇടയ്ക്ക് മലയാളത്തിലേക്ക് വന്ന നടി 1-2 സിനിമകളിൽ മാത്രമേ അഭിനയിക്കുകയും ചെയ്തുള്ളൂ.